ശ്രീ സായി സച്ചരിതം ഹേമദ് പാന്ത്. വിവർത്തനം സായിദാസ്. അധ്യായം 43. മഹാസമാധി 2. ശ്രീ മഹാഗണപതിക്ക് വന്ദനം. സരസ്വതീദേവിക്കും ശ്രീ ഗുരുമഹാരാജനും പരദേവതയ്ക്കും ശ്രീ സീതാരാമചന്ദ്രനും വന്ദനം. പരമ്പൊരുളാം സദ്ഗുരു ശ്രീ സായീശ്വരൻ്റെ തൃപ്പാദങ്ങളിൽ പ്രേമഭക്തിപൂർവ്വം അടിയൻ്റെ പ്രണാമം. മഹാപ്രഭോ സായീശ്വര, അവിടുത്തെ തൃപ്പാദത്തിൽ ശരണാഗതിയടഞ്ഞ് ഞാൻ ഈ സച്ചരിതം എഴുതുകയാണ്. കരുണാമൂർത്തെ, എന്നിലൂടെ അവിടുത്തെ മഹനീയ കഥ പറയണമേ. സായി തൃപ്പാദത്തിൽ ശരണാഗതനായാൽ മാത്രമേ സായി മഹിമ മനസ്സിലാക്കാനാവൂ. ഹൃദയം ശുദ്ധമാക്കാൻ, പാപക്കറകളെ മായ്ച്ചു കളയാൻ സായി മഹിമകൾക്കേ കഴിയൂ. മറ്റൊന്നിനും കഴിയില്ല തന്നെ. കീർത്തനങ്ങൾ പാടുക, ഈശ്വരഭക്തന്മാരുടെ മഹിമകൾ സ്മരിക്കുക, ഈ സരളവും അനായാസവുമായ മാർഗം ഹൃദയശുദ്ധീകരണത്തിന് ഏറ്റവും പ്രയോജനപ്രദമാണ്. നമുക്കതിനാൽ സായീശ്വരൻ്റെ മഹാസമാധിയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ കേൾക്കാം. പക്ഷേ ഈ വേർപാടിൻ്റെ കഥ കേൾക്കാൻ ആർക്കും തന്നെ താല്പര്യമില്ല. ഇത് സായീശ്വരൻ്റെ ശരീരത്യാഗത്തിൻ്റെ കഥയാണ്. ഈ കഥ പറയുന്നവനെയും കേൾക്കുന്നവനെയും ഒരുപോലെ ശുദ്ധീകരിക്കുന്നു, അനുഗ്രഹത്തിന് പാത്രമാക്കുന്നു. ഭക്തന്മാരുടെ ജീവശ്വാസമായിരുന്നു സായി. അവിടുത്തെ അഭാവം ശ്രദ്ധിക്കാരെ ദീനനും ദുർബലരുമാക്കി. യുവാക്കളും വൃദ്ധരും ഒരുപോലെ തങ്ങളുടെ ജീവിതാവസാനമായി എന്ന പോലെ ദീനരും ദുഃഖിതരുമായി. ഭക്തജനങ്ങൾ മനോവീര്യം നഷ്ടപ്പെട്ട് ഹൃദയം നുറുങ്ങുമാറെ ഏങ്ങലടിച്ചു. ആ നിമിഷം ഭഗവാന്റെ സമീപത്തു നിന്നും മാറിപ്പോയല്ലോ, അതിനാൽ എനിക്ക് അവസാന ദർശനത്തിനുള്ള അവസരവും പോയല്ലോ എന്നുറക്കെ പറഞ്ഞുകൊണ്ടവർ വിതുമ്പിക്കരഞ്ഞു. ഇനി ആ രൂപം കാണാനാകില്ല, മധുരമൂർന്ന പുഞ്ചിരി നുകരാനാവില്ല, ആ തൃപ്പാദങ്ങൾ തലോടാനാകില്ല, തൃപ്പാദം കഴുകിയ തീർത്ഥം സേവിക്കാനാവില്ല. ശരീരത്യാഗവേളയിൽ അവിടുന്ന് എന്തിന് തൻ്റെ പ്രിയഭക്തന്മാരെ അകറ്റി നിർത്തി? സമാധിവേളയിൽ തൻ്റെ പ്രിയഭക്തന്മാരെ സമീപം കണ്ടാൽ അവിടുത്തേക്ക് അവരോടുള്ള സ്നേഹം വർദ്ധിക്കും. ഇത് മോക്ഷപ്രാപ്തിക്ക് തടസ്സമുണ്ടാക്കും. കാരണം അന്ത്യവേളയിൽ എന്താണോ ചിന്തിക്കുക അതിനനുസരിച്ചായിരിക്കും അടുത്ത ജന്മമെന്ന് ഗീത അരുളുന്നു. അതിനാൽ ഋഷീശ്വരന്മാർ എല്ലാ കെട്ടുപാടുകളും പൊട്ടിച്ചെറിഞ്ഞ ശേഷമേ ശരീരം ത്യജിക്കൂ. അവർക്കേ അങ്ങനെ ചെയ്യാനും കഴിയൂ. ഇക്കാര്യം നാം മനസ്സിരുത്തി ശീലിക്കേണ്ടതാണ്. അതിനാൽ ഇഷ്ടദേവതയിൽ സദാ മനമുറപ്പിക്കണം. മനസ്സിനെ ശാന്തമാക്കി സംശയങ്ങളിൽ നിന്നും ആശങ്കകളിൽ നിന്നും ഒഴിവാക്കി നിർത്തണം. നിരന്തര പരിശീലനം കൊണ്ടേ ഇതിന് കഴിയൂ. ഇക്കാരണത്താലാണ് മരണവേളയിൽ സദ്ഗ്രന്ഥങ്ങൾ രാമായണാദി വായിച്ചു കൽപ്പിക്കുന്നത്. ഈശ്വരസ്മരണയോടെ യാത്രയാകാൻ അത് സഹായിക്കും. ശരീരത്യാഗത്തിന് 11 ദിവസം മുമ്പ് ബാബ രാമവിജയം വായിച്ചു കേൾപ്പിക്കാൻ വാസിയെ ഏർപ്പെടുത്തി. വാസി വായന തുടങ്ങി. ബാബ സശ്രദ്ധം കേട്ടു. ഒരാവർത്തി കഴിഞ്ഞപ്പോൾ അവിടുന്ന് വീണ്ടും വായിക്കാൻ ആവശ്യപ്പെട്ടു. വാസി 3 ദിവസം രാപകൽ വായന തുടർന്നു. അതോടെ വാസി അത്യന്തം ക്ഷീണിതനുമായി. ബാബ അദ്ദേഹത്തെ സ്നേഹപൂർവ്വം പറഞ്ഞയച്ചു. അതോടെ അവിടുന്ന് ആത്മതത്വത്തിൽ തന്നെ നിലകൊണ്ട് ശാന്തനും സ്വസ്ഥനും ആനന്ദവാനുമായി കാണപ്പെട്ടു. സായീശ്വരനെ പോലുള്ള അവതാര പുരുഷന്മാർക്ക് അന്ത്യവേളയിൽ ഇതൊക്കെ വായിച്ചു കേൾക്കേണ്ട കാര്യമുണ്ടോ എന്ന് സംശയമുണ്ടാകാം. ഉത്തരം ശ്രദ്ധയോടെ കേൾക്കൂ. അവതാരം വരുന്നത് ജനങ്ങളെ വെറുതെ ഉപദേശിക്കാനല്ല, ആചരിച്ച് കാണിച്ച് ഉപദേശിക്കാനാണ്. പഞ്ചഭൂതാത്മകമായ ശരീരത്തോട് ഋഷിശ്രേഷ്ഠന്മാർക്ക് ഒരു സംഘവുമില്ല. ഉടുപ്പ് ഊരിക്കളയുന്ന ലാഘവത്തോടെ അവർക്ക് ഈ ശരീരം ഊരിയിട്ടിട്ട് പോകാനാവൂ. പക്ഷേ അവർ അങ്ങനെ ചെയ്യില്ല. തങ്ങളുടെ ജീവിതം കൊണ്ടവർ ലോകത്തിനു മുന്നിൽ ഒരു മാതൃക കാണിക്കും. അതിനാണല്ലോ അവർ ശരീരം സ്വയം സ്വീകരിച്ചത് തന്നെ. എന്താണ് ജനനം? ആത്മാവ് ഇന്ദ്രിയങ്ങളോടും ശരീരത്തോടും ചേരുന്നത്. മരണം അവയുടെ വേർപാടുമാകുന്നു. ജനനത്തോടൊപ്പം മരണം ഉറപ്പാണ്. ഇരുളും വെളിച്ചവും പോലെയാണ്, വേർതിരിക്കാനാവില്ല. ഇക്കാര്യം അവതാരപുരുഷന് എപ്പോഴും അറിയാവുന്നതാണ്. അതിനാൽ അവർ അതേക്കുറിച്ച് ചിന്താകുലരല്ല. അവർ മരണത്തെ തോൽപ്പിച്ചവർ. സ്വേച്ഛയാൽ ജനിക്കുകയും മരണത്തെ വരുതിയിൽ നിർത്തുന്നവരുമായ അവർക്ക് എന്ത് മരണഭയം? സായീശ്വരൻ പൂർണ്ണ ബ്രഹ്മമായിരുന്നു. അവിടത്തേക്ക് ജനന മരണങ്ങളില്ല. ശരീരമുള്ളപ്പോൾ പോലും ബാബ അങ്ങനെയൊന്നും ഉള്ളതായി ഭാവിച്ചിട്ടില്ല. അവിടുന്ന് ശരീരം ചുമന്നുകൊണ്ട് നടന്നത് തന്നെ ഭക്തോദ്ധാരണത്തിനായി മാത്രം. ഭക്തജനങ്ങളുടെ പൂർവ്വ സുഹൃതഫലം മൂലമാണ് സായി അവതാര രൂപം കൈക്കൊണ്ടത്. ഭക്തജനങ്ങളുടെ ക്ഷേമം ഉറപ്പുവരുത്തിയതോടെ ആ ദിവ്യശരീരം കൊണ്ടുള്ള ജോലിയും കഴിഞ്ഞു. അതുകൊണ്ട് അവിടുന്ന് ശരീരം ഉപേക്ഷിച്ചു. ആദ്യരഹിതനാണ് സായി. അവിടുന്ന് ലോകാവസാനം വരെ സൂക്ഷ്മഭാവത്തിൽ ഭക്തജനങ്ങളെ നയിച്ചുകൊണ്ടേയിരിക്കും. ജ്ഞാനേശ്വരൻ ശരീരം ത്യജിച്ച് വർഷങ്ങൾക്ക് ശേഷം ഏകനാഥ് മഹാരാജിന് ദർശനം കൊടുത്തില്ലേ? തുക്കാറാം, ഏകനാഥ സ്വാമികൾ, സമർത്ഥ രാമദാസ് തുടങ്ങിയ മഹാത്മാക്കൾ ശരീരത്യാഗത്തിനു ശേഷവും എത്ര ഉജ്ജ്വലമായി ഇപ്പോഴും ഭക്തജനങ്ങൾക്കൊപ്പം കഴിയുന്നു, അവരെ നയിക്കുന്നു. അപ്പോൾ പിന്നെ ഷർദീശ്വരൻ്റെ കഥ പറയേണ്ടതുണ്ടോ? സത്യം ഇതാണ്. പക്ഷേ സായീശ്വരൻ്റെ ശരീരം മസ്ജിദിൽ കിടന്നപ്പോൾ ഷിർദി വിറങ്ങലിച്ചു പോയി, പൊട്ടിക്കരഞ്ഞു.
ഭക്തജനങ്ങൾക്ക് ഇത് താങ്ങാവുന്നതിനപ്പുറമായിരുന്നു. അത്യന്തം ദയനീയമായ വിലാപങ്ങളും മുറവിളികളും ഷിർദിയിൽ ഉയർന്നു. ബാബയുടെ ശരീരത്യാഗ വാർത്ത കാട്ടുതീ പോലെ പടർന്നു. കേട്ടവർ ഞെടുങ്ങി. ശിവശിവ ഹരേ ഹരേ എന്നൊക്കെ അവർ ഉറക്കെ പറഞ്ഞുകൊണ്ടിരുന്നു. തങ്ങളുടെ കുടുംബം താറുമാറായി എന്ന അവസ്ഥയിലായി ഭക്തർ. വാർത്ത കേട്ടവർ ഓടി മസ്ജിദിലേക്ക്. ഷിർദിയുടെ ശോഭ മങ്ങി. ആനന്ദവും സൗഭാഗ്യവും തങ്ങൾക്ക് എന്നേക്കുമായി നഷ്ടപ്പെട്ടതായി ഷിർദിക്കാർക്ക് അനുഭവപ്പെട്ടു. തങ്ങൾ ഇത്രകാലം കഴിച്ചുകൂട്ടിയ ആനന്ദക്കമ്പോളത്തിൻ്റെ വില അവർ അത്യന്തം നൊമ്പരത്തോടെ തിരിച്ചറിഞ്ഞു. തടാകത്തിൽ ജലം വറ്റുമ്പോൾ മത്സ്യം പ്രാണവേദനയോടെ പിടയും. ആ അവസ്ഥയിലായി ഷിർദി ഗ്രാമീണർ. താമരയില്ലാത്ത തടാകം പോലെ, പുത്രനില്ലാത്ത ഗൃഹം പോലെ, ദീപമില്ലാത്ത ദേവാലയം പോലെ അതായിരുന്നു മസ്ജിദിൻ്റെ അവസ്ഥ. വീട്ടിൽ നാഥനില്ലെങ്കിൽ, നഗരത്തിൽ അധികാരിയില്ലെങ്കിൽ, ഖജനാവിൽ ധനമില്ലെങ്കിൽ ഏതവസ്ഥയാണോ അതായി ഷിർദിയിൽ ബാബ പോയതോടെ ഷിർദി ആരണ്യ തുല്യമായി തീർന്നു. ഷിർദി ഇപ്പോൾ ഭർത്താവിനെ ഉപേക്ഷിച്ച ഭാര്യയ്ക്ക് തുല്യം, അമ്മയെ നഷ്ടമായ പിഞ്ചുകുഞ്ഞിന് തുല്യം, വഴിതെറ്റിയ കൊച്ചു പൈക്കിടാവിന് തുല്യം. അതായിരുന്നു ഭക്തജനങ്ങളുടെ അവസ്ഥ. സായി മാത്രമായിരുന്നു, അവിടുന്ന് മാത്രമായിരുന്നു അവരുടെ ജീവനം. ആ ഒരൊറ്റ കേന്ദ്രത്തെ ആശ്രയിച്ചാണ് അവർ ശ്വാസം പോലും എടുത്തിരുന്നത്. ഗ്രാമീണർ ഇടവഴികളിലൂടെയും തെരുവുകളിൽ കൂടെയും നിലവിളിച്ചുകൊണ്ട് ഓടി. ചിലർ ഉറക്കെ കരഞ്ഞു. ചിലർ ആ വാർത്ത താങ്ങാനാവാതെ നിലത്ത് വീണുരുണ്ടു. ചിലർ വാർത്ത കേട്ടതോടെ ബോധം കെട്ടുവീണു. ദുഃഖത്തിരമാല ഭക്തന്മാരെ അടിച്ച് നിലം പരിശാക്കി. അവരുടെ കണ്ണുകളിൽ നിന്ന് തീവ്ര നൊമ്പരത്തിൻ്റെ തീക്കനലുകളാണ് ഒഴുകി വീണത്. അത് വീണ അവരുടെ കവിളുകൾ പൊള്ളി. ആഹാരം കഴിക്കാൻ അവർക്കായില്ല. എന്തിന്, ജലപാനത്തിന് പോലും അവർ അശക്തരായിരുന്നു. ബാബയെ ആ വിധം കണ്ടതോടെ ഷിർദി നെഞ്ചുപൊട്ടിക്കരഞ്ഞു. ഈ മസ്ജിദിൽ ഇന്നലെ വരെ ആനന്ദോത്സവമായിരുന്നു. ചൈതന്യം നിറഞ്ഞു തുളുമ്പിയിരുന്നു. ഏതു ദുഃഖിതനും ആ പടവുകൾ കയറുമ്പോൾ അവൻ അറിയാതെ തന്നെ ശാന്തിയിലേക്ക് ഉയരുമായിരുന്നു. ഇന്ന് അതേ മസ്ജിദ് മൂകമായിരിക്കുന്നു. അടക്കിപ്പിടിച്ച ഏങ്ങലടികളും വിതുമ്പലുകളും അവിടെ നിറഞ്ഞു നിന്നു. കനത്ത ഭാരം നെഞ്ചിലേറ്റിയ അവസ്ഥ. രാപകൽ ഈ ദിവ്യശരീരം നമുക്ക് വേണ്ടിയാണ് ബാബ കൊണ്ടു നടന്നത്. അവിടുന്ന് സദാ നമ്മെ ഉപദേശിച്ചു. പക്ഷെ നമ്മൾ അത് ചെവിക്കൊണ്ടുവോ? അവിടുന്ന് എപ്പോഴും പറയാറുണ്ടായിരുന്നു, നീ നിന്ദാപൂർവം ആരോടെങ്കിലും സംസാരിക്കുമ്പോൾ എനിക്ക് വേദന ഉണ്ടാകുന്നു. എന്നിട്ടും നമ്മൾ പരദൂഷണവും കോപവും നിയന്ത്രിച്ചോ? അഹങ്കാരത്താൽ പിന്നെയും നാം ദുസ്വഭാവങ്ങൾ തുടർന്ന് അവിടുത്തെ വേദനിപ്പിച്ചില്ലേ? ഇന്ന് നാം എല്ലാം തിരിച്ചറിഞ്ഞു. പക്ഷേ അപ്പോഴേക്കും സമയം വളരെയേറെ വൈകിപ്പോയെന്ന് മാത്രം. കൃപാലുവായ സായിനാഥൻ എന്നിട്ടും ഭക്തന്മാരോട് അരുളി, ഞാൻ 8 വയസ്സുള്ള കുട്ടിയായി ജനങ്ങൾക്കിടയിൽ പ്രത്യക്ഷപ്പെടും. അവിടുത്തെ വാക്കുകൾ ഒരിക്കലും പാഴാകില്ല. സത്യസ്വരൂപിൻ്റെ നാവിൽ നിന്നും സത്യമേ വരൂ. സായിനാഥൻ്റെ തിരുശരീരം മസ്ജിദിൽ അങ്ങനെ കിടക്കുമ്പോൾ പുറത്ത് വലിയൊരു സംഭവ വികാസമുണ്ടായി. അവിടെ വലിയൊരു ചർച്ച നടക്കുകയാണ്. ബാബയുടെ ശരീരം എങ്ങനെ സംസ്കരിക്കണമെന്നതാണ് വിഷയം. മുസ്ലിമുകൾ ബാബയുടെ ശരീരം തങ്ങളുടെ ശ്മശാനത്തിലേക്ക് കൊണ്ടുപോകാനുള്ള തീരുമാനത്തിലായി. അവരുടെ വിശ്വാസപ്രകാരം ഹിന്ദുക്കളെ ശരീരം തൊടാൻ പോലും അനുവദിക്കേണ്ട എന്നും തീരുമാനിച്ചു. തുറസായ ഒരു ദിക്കിൽ ഈ ദിവ്യശരീരം സംസ്കരിക്കുക, മനോഹരമായ ഒരു സമാധി മണ്ഡപം അവിടെ പണിയുക, ഇങ്ങനെയും നിർദ്ദേശം ഉയർന്നു. കുശാൽ ചന്ദും അമീർ സർക്കാരും അതിനോട് യോജിച്ചു. അംശമധികാരിയായ രാമചന്ദ്ര പട്ടേൽ ഈ 2 നിർദ്ദേശങ്ങളും നിരാകരിച്ചു. അദ്ദേഹം ബാബയുടെ വാക്കുകൾ അവരെ ഓർമ്മിപ്പിച്ചു. ഈ ശരീരം വാടയിൽ വിശ്രമിക്കട്ടെ, ഇതായിരുന്നു അവിടുത്തെ കൽപ്പന. അതുകൊണ്ട് രാമചന്ദ്ര പട്ടേൽ ഉറപ്പായി പറഞ്ഞു, സായിരാജൻ്റെ പവിത്ര ശരീരം ഒരു നിമിഷം പോലും വാടയ്ക്ക് പുറത്തോ മറ്റെവിടെയെങ്കിലുമോ കൊണ്ടുപോകേണ്ടതില്ല. അത് അസാധ്യമാണ്. 36 മണിക്കൂറുകളോളം ഈ ചർച്ച തുടർന്നു. ഹിന്ദുക്കൾ തങ്ങളുടെ വഴിക്കും മുസ്ലിമുകൾ അവരുടെ വഴിക്കും ചിന്തയും തർക്കവും തുടർന്നു. അന്ന് പ്രഭാതത്തിൽ ലക്ഷ്മൺ മാമ ജോഷിയുടെ സ്വപ്നത്തിൽ സായിശ്വരൻ പ്രത്യക്ഷനായി. ബാബ ലക്ഷ്മൺ മാമയുടെ കൈ പിടിച്ചു വലിച്ചുകൊണ്ട് പറഞ്ഞു, എഴുന്നേൽക്കൂ, വേഗം വരൂ. ഇന്ന് ബാപ്പു സാഹിബ് വരില്ല. ഞാൻ മരിച്ചെന്ന് കരുതിയിരിക്കുകയാണവൻ. നീ എൻ്റെ പ്രഭാത പൂജയും ആരതിയും ചെയ്യുക, വേഗമാകട്ടെ. അതോടെ ലക്ഷ്മൺ മാമ ഉണർന്നു. ഗ്രാമത്തിൽ അറിയപ്പെടുന്ന ജോത്സ്യനാണ് ലക്ഷ്മൺ മാമ, ശ്യാമയുടെ അമ്മാമൻ. പഴയ സമ്പ്രദായം അനുസരിച്ച് ജീവിക്കുന്ന ബ്രാഹ്മണൻ. അദ്ദേഹം സ്വപ്നദർശനത്തിലെ ബാബയുടെ കൽപ്പന നടപ്പിലാക്കാൻ തന്നെ തീരുമാനിച്ചു. അദ്ദേഹം പതിവായി ബാബയുടെ പൂജ ചെയ്യുന്നയാളാണ്. ലക്ഷ്മൺ മാമ വേഗം മസ്ജിദിലെത്തി. മനോവേദന ഒതുക്കി ബാബയുടെ ശരീരത്തിന് മുന്നിൽ നമസ്കരിച്ചു. അതിനുശേഷം മുഖത്തെ പുതപ്പ് മാറ്റി ആരാധനാപൂർവ്വം തിരുമുഖം കണ്ണാലെ ഒഴിഞ്ഞു. പിന്നെ തൃക്കരങ്ങളും പാദവും കഴുകി ആചമനം ചെയ്തു. അത് കഴിഞ്ഞ് മറ്റ് പൂജാനുഷ്ഠാനങ്ങളും ചെയ്തു. പലരും ജാതിയുടെ ചടങ്ങുകളുടെ പേരിൽ അദ്ദേഹത്തെ തടുക്കാനും വിലക്കാനും ശ്രമിച്ചു. പക്ഷേ ആ തപസ്യയെ തടയാൻ അവർക്ക് കഴിഞ്ഞില്ല. അദ്ദേഹത്തിൻ്റെ ഇഷ്ടദേവനായിരുന്നു സായി. അദ്ദേഹത്തിന് സായി മുസ്ലിമോ ഹിന്ദുവോ ആയിരുന്നില്ല, ജഗദീശ്വരനായിരുന്നു. ഇനിയൊരിക്കലും ഈ ദിവ്യശരീരം കാണാനാകില്ലല്ലോ എന്ന തീവ്ര നൊമ്പരത്തോടെ കണ്ണീർ തുടച്ചുകൊണ്ടായിരുന്നു മാമ പൂജ മുഴുമിച്ചത്.
ഇനി ഒരിക്കലും ഈ ശരീരം കണ്ട് പൂജ ചെയ്യാനാകില്ല. കാരണം ഏതാനും മണിക്കൂറുകൾക്ക് ശേഷം ബാബയുടെ ശരീരം ലോകത്തിൻ്റെ കണ്ണിൽ നിന്നും മറയും. ഇനി മനക്കണ്ണാലെ കാണാം, അതിനേ കഴിയൂ. ഇത്തരം ചിന്തകൾ മൂലം ബാബയുടെ ശരീരം വിറച്ചു. മനസ്സ് ദുഃഖഭരിതമായി. ഒരുവിധം പൂജ മുഴുമിച്ച് അദ്ദേഹം മടങ്ങി. ശ്രദ്ധയും പരിസരവും സാന്ദ്രമായ ദുഃഖത്തിൽ മുങ്ങുകയായിരുന്നു അപ്പോൾ. ഓം അസഹായ സഹായായ നമഃ.